നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ മത്സരിക്കാനൊരുങ്ങി കെ മുരളീധരൻ. ഗുരുവായൂരിൽ മുരളി മത്സരിച്ചേക്കും. ഗുരുവായൂരിന് പകരം ലീഗിന് പട്ടാമ്പി സീറ്റ് നൽകാനാണ് ആലോചന. ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമാക്കാമാണ് ആലോചന. ഗുരുവായൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കെ മുരളീധരന് നേതൃത്വം നിർദ്ദേശം നൽകി. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നടരാജ്, സ്ഥിരീകരിക്കാവുന്ന വിവരം തന്നെയാണോ? കോൺഗ്രസിന്റെ ഹെവി വെയിറ്റ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ വീണ്ടും തൃശ്ശൂരിലെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷവും അദ്ദേഹം വീണ്ടും തൃശ്ശൂർ തന്നെ മത്സരിക്കുന്നു. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിലാകും നിയമസഭയിൽ അദ്ദേഹം മത്സരിക്കുക എന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. മുരളീധരനെ ഗുരുവായൂർ തന്നെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസിൽ വലിയ രീതിയിൽ ഒരു താല്പര്യം വന്നിട്ടുണ്ട്. നിലവിൽ ലീഗിന്റെ സീറ്റാണ് ഗുരുവായൂർ. ലീഗിന് പട്ടാമ്പി നൽകി ഗുരുവായൂർ കോൺഗ്രസ് ഏറ്റെടുക്കാമെന്ന രീതിയിൽ അതൊരു ഉഭയകക്ഷി ധാരണയാക്കി കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്ന ചർച്ചകൾ. നേരത്തെ ഈ സമയത്ത് ആലോചന നടന്നതാണെങ്കിലും അതൊരുപടി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും പല ഭാഗങ്ങൾ നോക്കുമ്പോൾ ഗുരുവായൂരിൽ അദ്ദേഹത്തിന് ലീഡ് നിലനിർത്താൻ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിനും ഗുരുവായൂരിൽ വലിയ മേൽക്കൈ കോൺഗ്രസിന് മുകളിലില്ല. ഇത് ടാപ്പ് ചെയ്ത് മുരളീധരനെ പോലെ ഒരു ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥി കൊണ്ടുവന്നാൽ ഇത് ടാപ്പ് ചെയ്ത് ആ മണ്ഡലം പിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു വികാരമാണ് കോൺഗ്രസിലുള്ളത്. അതിന് മുരളീധരൻ തന്നെ രംഗത്തിറങ്ങണം എന്നുള്ള തരത്തിലുള്ള വികാരവും ഉണ്ട്. അത് നടപ്പിലാക്കി സീറ്റ് പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് പദ്ധതിയിടുന്നത്. സ്വാഭാവികമായും ലീഗിന്റെ ഒരു പിന്തുണയും സപ്പോർട്ടും ഇതിന് വേണം. ഇക്കാര്യത്തിൽ ലീഗിന്റെ സമ്മതവും ആവശ്യമാണ്. അത് നേടിയെടുക്കാൻ കഴിയും ഉഭയകക്ഷി ചർച്ചയിലൂടെ എന്നുള്ള ധാരണയിലാണ് കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത്. ശരി, നടരാജ് പരശുറാമാണ് വിവരങ്ങൾ നൽകിയത്.